Yes, yes, എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം. സോ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണല്ലേ. നമ്മൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കുക. അല്ലാതെ ഒരു ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. ഒരു ക്വസ്റ്റ്യൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ 4 ഓപ്ഷൻ പഠിക്കുക. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു എക്സാമിൽ പോകുന്ന സമയത്ത് ഒരു ചോദ്യ പേപ്പർ എടുക്കുമ്പോൾ അതിനകത്ത് ഇത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 100 ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ ഇത് 100 ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ 400 ചോദ്യങ്ങൾ ഉത്തരം പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അങ്ങനെ വേണം എപ്പോഴും പഠനം തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം അതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞ ദിവസം നടത്തിയ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ അടുത്തൊരു പേപ്പറാണ്. നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ച്. The isolation is useful in the case of താഴെ പറയുന്നവയിൽ ഇതിൽ ഏത് കേസിലാണ് എപ്പോഴും ഐസൊലേഷൻ എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ എന്താ? the diphtheria and the poliomyelitis. സെക്കൻഡ് ഓപ്ഷൻ എന്താ? the mumps അല്ലെങ്കിൽ the measles. അത് രണ്ടിനുമാണോ? അല്ലെങ്കിൽ the measlesiനും ഹെപ്പറ്റൈറ്റിസ് എക്കുമാണോ? അത് ചിക്കൻ പോക്സിനും ടൈഫോയിഡ് ഫീവറിനുമാണോ എപ്പോഴും ഐസൊലേഷൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഏത് കേസിലാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഉത്തരം കിട്ടിക്കാണോ കരുതുന്നു. ആ ഉത്തരം കിട്ടുന്ന ഫസ്റ്റ് അറിയേണ്ട കാര്യം കുറച്ച് കാര്യമുണ്ട്. ദ മംസ് എന്ന് പറഞ്ഞ എന്താ? ദ മംസ് എന്ന് പറഞ്ഞ ഉത്തരത്തിലോട്ട് എത്തുന്ന മുമ്പേ കുറെ കാര്യം അറിഞ്ഞിരിക്കണം കേട്ടോ. ഉത്തരത്തിലോട്ട് എത്തുന്ന മുമ്പേ കുറെ കാര്യം അറിയണം. ദ മംസ് എന്ന് പറഞ്ഞ എന്താ? ഓർഗാനിസം ആണ് എപ്പോഴും ഇമ്പോർട്ടൻസ്. ദ മിക്സോ വൈറസ് അല്ലേ. ദ മംസിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഏതാ? ദ മിക്സോ വൈറസ് ആണ്. ഒരിക്കലും മറക്കരുത്. ദ മംസിന്റെ പോസിറ്റീവ് ഓർഗാനിസം ദ മിക്സോ വൈറസ് ആണ്. മംസിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? 2 മുതൽ 3 ആഴ്ചയല്ലേ. 2 മുതൽ 3 ആഴ്ച വരെയാണ് മംസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ മംസിനകത്ത് തന്നെ വേറെ 2-3 ചോദ്യമുണ്ട്. സ്ഥിരം നിങ്ങൾ കാണുന്ന ചോദ്യമാണ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ മംസ് എന്തൊക്കെയാണ്? നിങ്ങൾ സ്ഥിരം കാണുന്ന ചോദ്യങ്ങൾ ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ മംസ് എന്താണ്? ഇതിന്റെ ടെസ്റ്റിസിൽ എന്തുണ്ടാവാം? ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെസ്റ്റിസ് വന്നു കഴിഞ്ഞ് വിളിക്കാം ഓർക്കൈറ്റിസ് എന്ന് വിളിച്ചുകൂടെ? ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെസ്റ്റിസ് ഈസ് കോൾഡ് ആസ് ഓർക്കൈറ്റിസ് എന്ന് വിളിക്കാം. അതേസമയം ഇത് ഓവറിയിലുള്ള എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ട്? മംസ് ഓവറിയുമായി ബന്ധപ്പെട്ട് എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും? ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറി ഈസ് കോൾഡ് ആസ് ഊഫറൈറ്റിസ് അല്ലേ. ഊഫറൈറ്റിസ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസിൽ പാൻക്രിയാറ്റൈറ്റിസും മംസ് ഉണ്ടാക്കാറുണ്ട്. സോ ഫസ്റ്റ് ചോദ്യം എന്താണ്? ദ ഐസൊലേഷൻ ഇൻ ദ കേസ്. ഏത് കേസിന് ഐസൊലേഷൻ യൂസ് ചെയ്ത് പറഞ്ഞു? നമ്മുടെ ഓപ്ഷനകത്ത് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഓരോന്നായിട്ട് നോക്കാം. മംസ് എന്ന് പറയുമ്പോൾ കോസേറ്റീവ് ഓർഗാനിസം എന്താ? മിക്സോ വൈറസ് അല്ലേ. മിക്സോ വൈറസ് മംസിന്റെ കോസേറ്റീവ് ഓർഗാനിസം. ഇൻക്യുബേഷൻ എത്രയാ? 2 മുതൽ 3 വീക്ക്. പ്രധാനമായിട്ടും പെരോട്ടിക് ഗ്ലാൻഡിന് ഇൻഫർമേഷൻ ഉണ്ടാക്കും അല്ലേ. അല്ല, ഇത് പെരോട്ടിക് ഗ്ലാൻഡ് എപ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി എല്ലാ അർജുമെന്റ് വന്ന് ടെൻഡർനെസ് കൂടെ മെയിൻ ആയിട്ട് ഉണ്ടാകുന്നു. കോംപ്ലിക്കേഷൻ എന്താ? ടെസ്റ്റിസിലാണെങ്കിൽ ഓർക്കൈറ്റിസും, ഓവറിയിലാണെങ്കിൽ ഊഫറൈറ്റിസും, പാൻക്രിയാസിലാണെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസുമാണ് ഉണ്ടാക്കുന്നത്. ഇനി മീസൽസ് എന്താ? മീസൽസിന്റെ ഓർഗാനിസം ഏതായിരിക്കും? അത് പാരാമിക്സോ വൈറസ് അല്ലേ. മീസൽസിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഏതാ? പാരാമിക്സോ വൈറസ് അല്ലേ. അവിടെയാണ് നിങ്ങൾ എപ്പോഴും സ്ഥിരം ഒരു പേര് കേൾക്കുന്നത് കൊപ്ലിക് സ്പോട്ട് അല്ലേ. നിങ്ങൾ എല്ലാ എക്സാമിനും മിക്കവാറും കാണുന്ന ചോദ്യമാണ് ദ കൊപ്ലിക് സ്പോട്ട് കാണുന്ന കണ്ടീഷൻ ഏതാ? മീസൽസ് അല്ലേ. മീസൽസിന് വേറെ പേരുണ്ടോ? ദ റെഡ് സ്പോട്ട് എന്ന് വിളിക്കാറില്ലേ. ദ റെഡ് സ്പോട്ട് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് റുബിയോള എന്ന് വിളിക്കാറില്ലേ. എന്താ കൊപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞ എന്താ? ബക്കൽ മ്യൂക്കോസിൽ എന്ത് കാണും? നല്ല ബ്ലൂയിഷ് ആയിട്ടുള്ള നല്ല വൈറ്റ് സ്പോട്ട് ആണല്ലേ. അല്ലേ. ബക്കൽ മ്യൂക്കോസിൽ ബ്ലൂയിഷ് വൈറ്റ് റെഡ് സ്പോട്ട് കാണാറുണ്ട്. ഇത് പതിയെ ഇത് മാൽന്യൂട്രീഷനിലോട്ട് ലീഡ് ചെയ്യും കേട്ടോ. ഇത് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി മാൽന്യൂട്രീഷനിലോട്ട് ലീഡ് ചെയ്യും. അപ്പം മംസും ക്ലിയർ ആയി, മീസൽസും ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഇതിൽ ഏതുണ്ട്? ഹെപ്പറ്റൈറ്റിസ് കാണുന്നുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് ഓപ്ഷൻ കാണുന്നുണ്ടോ? എന്താ ഹെപ്പറ്റൈറ്റിസ്? എന്താ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ എന്താ? എത്ര ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്? ഇത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ആൻഡ് ഇ ഉണ്ടോടെ? ഉണ്ടല്ലേ. ഇതിൽ ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ് ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് അറിയപ്പെടുന്നത്?
ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ് ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് അറിയപ്പെടുന്നത്? ഇത് എ അല്ലേ? ഹെപ്പറ്റൈറ്റിസ് എ അല്ലേ എപ്പോഴും ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് അറിയപ്പെടുന്നത്? അപ്പോൾ ദ സീറം ഹെപ്പറ്റൈറ്റിസ് ആരറിയപ്പെടും? ദ ബി അല്ലേ? സീറം ഹെപ്പറ്റൈറ്റിസ് ആരാ? ഹെപ്പറ്റൈറ്റിസ് ബി എപ്പോഴും സീറം ഹെപ്പറ്റൈറ്റിസ് അറിയപ്പെടുന്നുണ്ട്. ഇനി സി ഉണ്ടോ? സി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ഹെപ്പറ്റൈറ്റിസ് സി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ദ ട്രാൻസ്ഫ്യൂഷൻ ഹെപ്പറ്റൈറ്റിസ് അല്ലെ? ട്രാൻസ്ഫ്യൂഷൻ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കാം. ഇതിനകത്ത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ വഴി ട്രാൻസ്മിറ്റ് ആവുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെയാ? ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടോ? എ ഉണ്ടല്ലേ? എ ഉണ്ട്, ആൻഡ് ഇ ഉണ്ടല്ലേ? ഇത് എയും ഇയും എപ്പോഴും കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഫുഡും വാട്ടർ വഴി ട്രാൻസ്മിറ്റ് ആകുന്നു. ഹെപ്പറ്റൈറ്റിസ് ദ ബി ആണെങ്കിൽ സിറം എന്ന് വിളിക്കുന്നതുകൊണ്ട് അതിനെ അറിയാമായിരിക്കും. ഇൻ ദ ബ്ലഡ് അല്ലേ? ബ്ലഡ് വഴി ട്രാൻസ്മിറ്റ് ആവും. അവിടെയും ഒരു ചോദ്യമുണ്ട്, അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് ട്രാൻസ്മിറ്റ് ആവുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? അവിടെയും വീണ്ടും ഒരു ചോദ്യത്തിനകത്ത് വീണ്ടും ചോദ്യം, അതിനകത്ത് വീണ്ടും ചോദ്യം, അങ്ങനെ പഠിച്ചു പോകണ്ട കേട്ടോ. ഈ പറഞ്ഞ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് ട്രാൻസ്മിറ്റ് ആവുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാ? ഹെപ്പറ്റൈറ്റിസ് ദ ബി ആണോ? ദ ബി ആണ്, മറക്കരുത്. വീണ്ടും ചോദ്യമുണ്ട്, സെക്ഷൽ റൂട്ട് വഴി ട്രാൻസ്മിറ്റ് ആവുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാ? അതും ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ചോദ്യം കേട്ടോ. ഇനി അടുത്ത വീണ്ടും ചോദ്യമുണ്ട്, ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ട്രാൻസ്മിറ്റ് ആവുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാ? ഹെപ്പറ്റൈറ്റിസ് സി അല്ലേ? സി ആണ്, മറക്കരുത്. ഈ ഓപ്ഷൻ കിട്ടിയല്ലോടെ? കിട്ടിയോടെ? യെസ്. ഇനി വേറെന്താ ഓപ്ഷൻ ഉണ്ട്? അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവണം, ഇത് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയും ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐസൊലേഷൻ എന്ന വാക്ക് അത് എന്തിനെ ഉദ്ദേശിക്കുന്നുണ്ട്? ഐസൊലേഷൻ എന്ന വാക്ക് എന്തിനെയാണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത്? എത്ര ടൈപ്സ് ഐസൊലേഷൻ ഉണ്ട്? അതിനുമുമ്പ് ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിനെ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നതാണോ? അത് ആണോ? ആ ഒരു കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്യുന്നതല്ലേ? അവിടെയാണ് ഐസൊലേഷൻ. കുറെ ടൈപ്സ് ഓഫ് ഐസൊലേഷൻ ഉണ്ട്. സ്ട്രിക്റ്റ് ഐസൊലേഷൻ കേട്ടോ എവിടെയെങ്കിലും? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഐസൊലേഷൻ ഒരു ടൈപ്പ് ഓഫ് ഐസൊലേഷൻ, ഒരു ടൈപ്പ് ആണ് സ്ട്രിക്റ്റ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. നല്ല ഹൈലി കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടി എപ്പോഴും, ഫോർ എക്സാമ്പിൾ ഇത് ഡ്രോപ്ലെറ്റ് വഴി പോകാറില്ല, ഇത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസ്, അങ്ങനെ ട്രാൻസ്മിഷൻ തടയാൻ വേണ്ടി എപ്പോഴും നമ്മൾ സ്ട്രിക്റ്റ് ഐസൊലേഷൻ കൊടുക്കാറുണ്ട്. സോ ഐസൊലേഷൻ എന്ന വാക്ക് കണ്ടപ്പോൾ ആ ഐസൊലേഷൻ ഫസ്റ്റ് ടൈപ്പ് എന്താ? സ്ട്രിക്റ്റ് ഐസൊലേഷൻ എന്ന് വിളിക്കാം. പ്രധാനമായിട്ടും ചിക്കൻ പോക്സിന് കൊടുക്കാറുണ്ട്, റാബിസിന് കൊടുക്കാറുണ്ട്. വേറെ ആർക്കുണ്ടോ? ചിക്കൻ പോക്സ്, റാബിസ്, അത് കോവിഡിന് കൊടുക്കാറില്ല. കോവിഡ് ആ ചോദിക്കും കേട്ടോ. കോവിഡിന് കൊടുക്കുന്ന ഐസൊലേഷൻ ഏതാ? സ്ട്രിക്റ്റ് ഐസൊലേഷൻ ആണ്, മറക്കരുത്. ചിലപ്പോ ചോദിക്കാം, ചോദിച്ചെഴുതാം കേട്ടോ. കാരണം ഒരാൾ സ്നീസിങ് വഴിയോ ഒരു കഫ് ചെയ്താലോ ബ്രീത്തിങ് വഴിയോ ഒക്കെ ട്രാൻസ്മിറ്റ് ആവാൻ ചാൻസ് ഇത് ഉണ്ടാകാറുണ്ട്. സോ സ്ട്രിക്റ്റ് ഐസൊലേഷൻ കണ്ടു. ഇനി സെക്കൻഡ് ടൈപ്പ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഐസൊലേഷൻ ഉണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോടെ? ഇത് പ്രൊട്ടക്ട് ഐസൊലേഷൻ ഉണ്ടോ? പ്രൊട്ടക്ട് ഐസൊലേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. എന്തായിരിക്കും? മിക്കവാറും പ്രൊട്ടക്റ്റീവ് ഐസൊലേഷൻ മിക്കവാറും ക്യാൻസർ പേഷ്യന്റിന്, റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ പേഷ്യന്റ് കൊടുക്കാറുണ്ട് അല്ലെ? അവർ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി കുറവായ ആൾക്കാർക്ക് എപ്പോഴും കൊടുക്കുന്ന ഒരു ഐസൊലേഷൻ ആണ് പ്രൊട്ടക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറഞ്ഞത്. ഇമ്മ്യൂണിറ്റി ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കുറവായ ഒരാളാണെങ്കിൽ, ഇത് ലോ റെസിസ്റ്റൻസ് പവർ ഉള്ള ആൾക്കാർക്കെല്ലാം കൊടുക്കുന്ന ഐസൊലേഷൻ ആണ് പ്രൊട്ടക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. യെസ്. ഇനി പ്രിക്കോഷണറി ഐസൊലേഷൻ ഉണ്ടോ? സ്കിൻ കെയറിന് കൊടുക്കുന്ന ആൾക്കാർക്കും അറിയാമല്ലോ. ഇത് ഊണ്ടെല്ലാം പറഞ്ഞാൽ കൊടുക്കാറില്ലേ? ഒരു ചെറിയ മൈക്രോ ഓർഗാനിസം പോലും അകത്തേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടി പ്രിക്കോഷണറി ഐസൊലേഷൻ കൂടെ കൊടുക്കാറുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു? ഐസൊലേഷൻ ഈസ് യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് ആർക്കാ? ഡിഫ്തീരിയ ആണോ? പോളിയോ മൈലറ്റ്സ് ആണോ? ദ മംസ് ആണോ? മീസൽസ് ആണോ? ചിക്കൻ പോക്സും ടൈഫോയിഡും ആണോ? ഏതായിരിക്കും ഉത്തരം? ആർക്ക് പറയാം? ഐസൊലേഷൻ ഈസ് യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് ആർക്കാ? ചിക്കൻ പോക്സും ടൈഫോയിഡും ആണോ? ചിക്കൻ പോക്സും ടൈഫോയിഡും ആണോ? അതോ മംസും മീസൽസും ആണോ? ഡിഫ്തീരിയയും പോളിയോ മൈലറ്റ്സും ആണോ? മീസൽസ് ഹെപ്പറ്റൈറ്റിസും ആണോ? ആരാ ഉത്തരം? ആരാ? ദ മംസ് ആൻഡ് ദ മീസൽസ് അല്ലേ? ഇവിടത്തെ ഉത്തരം ഏതാ? ദ മംസ് ആൻഡ് ദ മീസൽസ് അല്ലേ? ചോദ്യം വരും, ഐസൊലേഷൻ ഈസ് യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് ദ മംസ്
ആൻഡ് ദ മീസൽസിനാണ് എപ്പോഴും ഐസൊലേഷൻ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യം മനസ്സിലായത് കരുതുന്നു. സോ 4ാമത്തെ ചോദ്യം വെച്ച് the mortality ratio is expressed as female death per എത്രയാ? 1000 ലൈവ് ബർത്ത് ആണോ, 1000 പ്രഗ്നൻസീസ് ആണോ, അതോ 1,00,000 ലൈവ് ബർത്ത് ആണോ, അതോ 1,00,000 പ്രഗ്നൻസീസ് ആണോ? ഏതായിരിക്കും മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്? ഏതായിരിക്കും? എനിയോ ആർക്കും പറയാം? അതിനു മുമ്പായിട്ട് ഈ പറഞ്ഞ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടോ? ഇതിന്റെ MMR വേറെ പേരുണ്ടോ? ഇതിന്റെ പ്യൂപ്പറിൽ മോർട്ടാലിറ്റി റേറ്റ് വിളിക്കാറില്ലേ? MMR-നെ പ്യൂപ്പറിൽ മോർട്ടാലിറ്റി വിളിക്കാറുണ്ടോ? അപ്പൊ എത്രയായിരിക്കും? 1000-ലാണോ, 10,000-ലാണോ, 1,00,000-ലാണോ ഇവിടെ പറയുന്നത് MMR? The number of the maternal death per ഏതായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ദ ലൈവ് ബർത്ത് ഇൻറ്റു ദ 1 lakh അല്ലേ, 1,00,000 അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ദ മെറ്റേണൽ ഡെത്ത് ഇൻ 1 lakh ലൈവ് ബർത്ത് ആണ്ട് 1,00,000-ലാണ് എപ്പോഴും നമ്മൾ എന്താണ് ഈ പറഞ്ഞ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ നോക്കുന്നത്. അറിയാമായിരുന്നോ? അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി അല്ലേ? അല്ലേ? 1,00,000 ഇൻ ദ ലൈവ് ബർത്ത് അല്ലേ? 1,00,000 ഇൻ ദ ലൈവ് ബർത്തിലാണ് നമ്മൾ എപ്പോഴും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നോക്കുന്നത്. ചോദിക്കും. ഇത് എവിടെ വരുന്ന കാര്യം എന്നറിയാമോ? എവിടെ വരുന്നത്? ഹെൽത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതല്ലേ? ഹെൽത്തിന്റെ നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് ഹെൽത്തിന്റെ ഇൻഡിക്കേറ്റർ ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് വരുന്ന ചോദ്യമാണ്. ഇതുപോലെ വേറെയും ഉണ്ട് ചോദ്യങ്ങൾ. ഇത് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതിൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫാന്റ് അവിടെ എന്ത് നോക്കുന്നത്? ദ റേഷ്യോ ഓഫ് ദ ഡെത്ത് അണ്ടർ 1 year അല്ലേ? അണ്ടർ 1 year-നകത്ത് വരുന്ന ഇതല്ലേ നോക്കുന്നത് എപ്പോഴും? ടോട്ടൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ദ ലൈവ് ബർത്ത് പെർ 1000 ലൈവ് ബർത്ത് അല്ലേ? 1000-ൽ എത്ര കുട്ടികൾ ഇന്ന് 1 വയസ്സിന് താഴെയുള്ള മരിക്കുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ ഇൻഫാന്റ് ആ വരുന്നത്. 1000-നകത്ത് 1 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരിക്കുന്നു എന്ന് നോക്കുന്നത് എന്താ? ഇൻഫാന്റിനകത്താ വരുന്നത്. മറക്കരുത്, ചോദ്യം വരും. യെസ്. ഇനി ഇന്ന് ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ചൈൽഡ് CMR എന്താ? CMR അത് എത്ര വയസ്സിന് താഴെ ആയിരിക്കും? 1000 പോപ്പുലേഷൻ ആയിട്ട് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഏകദേശം ജസ്റ്റ് 1 to 4 year അല്ലേ? ഇപ്പൊ 1 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള എത്ര കുട്ടികൾ 1000 പോപ്പുലേഷനകത്ത് മരിക്കുന്നു എന്ന് നോക്കുക എന്താ? അതിനെ ചൈൽഡ് എന്ന് വിളിച്ചുകൂടെ? ചൈൽഡ് മോർട്ടാലിറ്റി CMR എന്ന് വിളിക്കുക അല്ലെ? 1000 പോപ്പുലേഷനകത്ത് 1 വയസ്സിനും 4 വയസ്സിനും ഇടയിൽ കുട്ടികൾ എത്ര പേർ മരിക്കുന്നു എന്ന് പറയാം? ചൈൽഡിനകത്ത് പറയാം. അതുപോലെ ഒന്നുകൂടെ ഉണ്ട്, ഇന്ന് അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് കേട്ടിട്ടുണ്ടോ? അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് അതും എന്താ? ഒരു ഗ്രൂപ്പ് എടുത്ത ശേഷം ആ ഗ്രൂപ്പിനകത്ത് എന്താണ് ഈ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികൾ മരിച്ചു നോക്കുക എന്ത് വിളിക്കാം? അണ്ടർ 5 ഈ പറഞ്ഞ മോർട്ടാലിറ്റി റേറ്റ് എന്ന് വിളിക്കാറുണ്ട്. സോ ഈ ഒരു ചോദ്യം കിട്ടിയെന്ന് കരുതുന്നു. സോ ദ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കിട്ടിയല്ലോ. കിട്ടിയോടെ? യെസ്, കിട്ടി. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കി. യെസ്. Which one of the following person act as a resource person for the training of ASHA? ആരായിരിക്കും? Which one of the following person act as a resource person for the training of ASHA? ANM ആണോ, or is LHB ആണോ, അംഗൻവാടി വർക്കർ ആണോ, അതോ ഇത് AMCയും ആണോ? ഏതായിരിക്കും? ആർക്ക് പറയാം? ഒരു നിമിഷം ആലോചിക്കുക. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക. ഇത് എയും ആൻഡ് സിയും ഉണ്ടോ? ഇത് ANM-ഉം അംഗൻവാടി വർക്കറും ഉണ്ടോ? ഉണ്ടല്ലേ. ഇത് ANM-ഉം അംഗൻവാടി വർക്കറും ഉണ്ട്. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം, ഈ പറഞ്ഞ അംഗൻവാടി വർക്ക് വരുന്നത് അത് ഏത് സ്കീമിന്റെ അണ്ടറിലാണ്? എല്ലാവരും ഇത് ICDS പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? ICDS പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് ദ ഡെവലപ്മെന്റ് സർവീസ് സ്കീം. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് സ്കീം കേട്ടിട്ടുണ്ടോ? വർഷം ഏതറിയാമോ?
1975 അല്ലേ 1975 വന്ന 1975 വന്ന ICDS പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്? അംഗൻവാടി വർക്കറിലെ വരുന്നത് അല്ലേ? അതിനൊരു ചോദ്യം കൂടെ ഉണ്ട്, പ്രീവിയസ് ഒരു ചോദ്യമാണ്. ദ ഹാർട്ട് ഓഫ് ദ ICDS പ്രോഗ്രാം എന്താ? ദ ഹാർട്ട് ഓഫ് ദ ICDS പ്രോഗ്രാം എന്ന് പറയുന്നത് ആരെയാണ് പറയുന്നത്? ആരായിരിക്കും? ANM-നെയാണോ അംഗൻവാടി വർക്കറിനെയാണോ? അംഗൻവാടി വർക്കറിനെ അല്ലേ? അംഗൻവാടി വർക്കറിനെ അല്ലേ? ചോദ്യം വരും. ദ ഹാർട്ട് ഓഫ് ദ ICDS പ്രോഗ്രാം എന്ന് പറയുന്നത് അംഗൻവാടി വർക്കറിനെയാണ് പറയുന്നത്. അംഗൻവാടി വർക്കർ വന്നത് ICDS പ്രോഗ്രാമിന്റെ കീഴിലാണ്. 1975 ICDS പ്രോഗ്രാം വന്നത്. മറക്കരുത്. ഒരു അംഗൻവാടി വർക്കർ എത്ര പോപ്പുലേഷൻ കവർ ചെയ്യും? ഒരു അംഗൻവാടി വർക്കർ ഇൻ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 400 മുതൽ 800 പോപ്പുലേഷൻ കവർ ചെയ്യും കേട്ടോ. ഒരു അംഗൻവാടി വർക്കർ ഇൻ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 400 മുതൽ 800 പോപ്പുലേഷൻ കവർ ചെയ്യും. അതേസമയം ഇൻ ഹില്ലി ഏരിയ ആണെങ്കിൽ 300 മുതൽ 800-ാണ് കവർ ചെയ്യുന്നത്. ഇനി 25 അംഗൻവാടി വർക്കറിന് ഒരു സൂപ്പർവൈസർ ഉണ്ട്. 25 അംഗൻവാടി വർക്കറിന് ഒരു സൂപ്പർവൈസർ ഉണ്ട്. മറക്കരുത്, ചോദ്യം വരും. ഇനി ഒരു അംഗൻവാടി സെന്റർ ആരൊക്കെയുണ്ട്? ഒരു അംഗൻവാടി സെന്റർ ആണെങ്കിൽ അവിടെ ഒരു അംഗൻവാടി വർക്കറും ഒരു ഹെൽപ്പറും ഇല്ലേ? അല്ലേ? ഇല്ലേ? അംഗൻവാടി എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഏകദേശം 300 ദിവസത്തോളം വർക്ക് ചെയ്യുന്നതല്ലേ? മറക്കരുത്. അവിടെ വീണ്ടും ചോദ്യമുണ്ട്. ആർക്കും പറയാം? കുട്ടികൾ ഏകദേശം 40 മുകളിലുണ്ടെങ്കിൽ അവിടെ 2 അംഗൻവാടി വർക്കർ വേണമെന്നാണ് അന്നത്തെ സ്കീം പറഞ്ഞത്. ഓക്കെ, ചോദ്യം വന്നായിരുന്നു കേട്ടോ. ഇവിടെ വീണ്ടും ചോദ്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. ദ മിഡ് ഡേ മീൽ സ്കീം എന്ന് പറഞ്ഞാൽ എന്താ? ദ മിഡ് ഡേ മീൽ സ്കീം വന്ന വർഷം 1995 അല്ലേ? ആണോ? ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയപ്പോ 2 ചോദ്യമാണ്. ദ മിഡ് ഡേ മീൽ സ്കീമും ആൻഡ് ദ മിഡ് ഡേ മീൽ പ്രോഗ്രാമും. ചോദ്യം വരും, 1961 വന്ന ദ മിഡ് ഡേ മീൽ പ്രോഗ്രാം 1995 ആയപ്പോൾ എന്തായി മാറി? 1961 വന്ന ദ മിഡ് ഡേ മീൽ പ്രോഗ്രാം 1995 ആയപ്പോൾ ദ മിഡ് ഡേ മീൽ സ്കീമായി മാറി. മെയിൻ ഉദ്ദേശം എന്താ? ദ മാൽ ന്യൂട്രീഷൻ റെഡ്യൂസ് ചെയ്യുക എന്ന് തന്നെ അല്ലേ? ദ മാൽ ന്യൂട്രീഷൻ റെഡ്യൂസ് ചെയ്യുക എന്നാണ് മെയിൻ ഉദ്ദേശത്തോടെ അംഗൻവാടി വർക്കറിനൊക്കെ കൊണ്ടുവന്നത്. ഇവിടുത്തെ ഉത്തരം എന്ത് പറഞ്ഞു? 5ാമത്തെ ഉത്തരം എന്താ? ബോത്ത് ദ AMC അല്ലേ? AMCയുമാണ് ബോത്ത് ആയി വരുന്നത്. ഈ ചോദ്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആശാ വർക്കറുമായി ചോദിച്ചതല്ലേ? ആശാ വർക്കറുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം വന്നത്, which of the following person act as resource person for the training of ASHA? അതിൽ നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ എന്താ ANM-ഉം അംഗൻവാടി വർക്കർമാരാണ് എപ്പോഴും ആശയ്ക്ക് അത്യാവശ്യമുള്ള ട്രെയിനിങ് കാര്യങ്ങൾ വരുന്നത്. അവിടെ ഒരു ചോദ്യമുണ്ട്, ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ആശ എന്ന് പറഞ്ഞാൽ എന്താ? ആശ വന്നത് അത് ഏതിന്റെ അണ്ടറില്ല? ഇൻ NRHM അണ്ടറായിരുന്നോ? NRHM ആശ ആണ്. ആശയുടെ ഫുൾ ഫോം എന്താ? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണോ? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അല്ലേ? ആശയെ സെലക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ്? 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 25-നും 45-നും ഇടയിൽ വേണം. ആ ഒരു പോപ്പുലേഷൻ അകത്തുള്ള ഇത് ലോക്കൽ ആൾ തന്നെയായിരിക്കണം. മറക്കരുത്, ആ ഒരു പോപ്പുലേഷൻ അകത്തുള്ള ഒരാൾ തന്നെയായിരിക്കണം. കാരണം ആ ഒരു പോപ്പുലേഷനെ കുറിച്ച്, ആ ഒരു ഏരിയയെ കുറിച്ചുള്ള നോളജ് എല്ലാം ആശയ്ക്ക് എപ്പോഴും വേണം. ഒരു സിംഗിൾ ആശാ വർക്കർ എപ്പോഴും ഒരു 100 പോപ്പുലേഷൻ കവർ ചെയ്യും കേട്ടോ. ഒരു സിംഗിൾ ആശാ വർക്കർ എപ്പോഴും 100 പോപ്പുലേഷൻ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആശാ വർക്കറിന്റെ വീണ്ടും ഫംഗ്ഷൻ ഉണ്ട്. ആശാ വർക്കർ എപ്പോഴും ഇത് ഹോം ഡെലിവറി ആണെങ്കിൽ ഒരു 7 തവണ ആ ഹോമിൽ വന്ന് വിസിറ്റ് ചെയ്യണം. അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ. ആശാ വർക്കർ ആണെങ്കിൽ ഹോം ഡെലിവറി ഒക്കെ വരുന്ന സമയത്ത് ഒരു 7 തവണ ഈ പറഞ്ഞ എന്താണ് ഇപ്പൊ ഹോം വിസിറ്റ് ചെയ്യണം. അതേസമയം ഹോസ്പിറ്റൽ ഡെലിവറി ആണെങ്കിൽ ഡെലിവറിക്ക് ശേഷം 6 തവണ വിസിറ്റ് ചെയ്യണം. മറക്കരുത്, ചോദ്യം വരും. യെസ്, ഇത്രയും കിട്ടിയല്ലോ. ഇനി 6ാമത്തെ ചോദ്യം നോക്കിയേ. അണ്ടർ നാഷണൽ അർബൻ ഹെൽത്ത് മിഷന് താഴെ ആശാ വർക്കർ എത്ര പോപ്പുലേഷൻ സർവീസ് കൊടുക്കും? ചോദ്യം എത്രയായിരിക്കും?
1000 തൊട്ട് 2500 ആണോ, 1000 തൊട്ട് 1500 പോപ്പുലേഷൻ ആണോ, 200 മുതൽ 500 ആണോ, അതോ ഇത് എയും സിയും ആണോ? എയും സിയും ആണോ? എയും സി അല്ലേ? 1000 മുതൽ 2500, 1000 തൊട്ട് 1500 പോപ്പുലേഷൻ ആണ് കവർ ചെയ്യുന്നത്. അതും കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാണുന്നുണ്ടോ എല്ലാവരും? ഒരുപാട് പഠിക്കുന്നുണ്ടല്ലേ? കാണുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇതുപോലെ എല്ലാ സബ്ജക്റ്റും இந்த തിയറിയോടൊപ്പം തന്നെ ഡിസ്കഷൻ അത്യാവശ്യമാണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ ദ ജനനി സുരക്ഷ യോജന ഇൻ അർബൻ ഏരിയ എ മദർ ഹു ഡെലിവേർഡ് ഇൻ ദ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇസ് പെയ്ഡ് എത്ര രൂപയാണ്? എത്ര രൂപ കൊടുക്കും? ആർക്ക് പറയാം? ആർക്ക് പറയാം? ആർക്ക് പറയാം? ആദ്യം അറിയേണ്ട കാര്യം ദ ജനനി സുരക്ഷാ യോജന എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം കിട്ടുമ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം ഇൻ ദ ജനനി സുരക്ഷാ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന വാക്കാണ് ഇൻ ദ ജനനി സുരക്ഷാ യോജന. പ്രധാനമായിട്ടും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ദ ഹോസ്പിറ്റൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യല്ലേ? എപ്പോഴും ഇത് ജനനി സുരക്ഷാ യോജന എന്ന സ്കീം എപ്പോഴും ദ ഹോസ്പിറ്റൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. എപ്പോഴും ഹോസ്പിറ്റലിലോട്ട് പോയി ഡെലിവറി പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്താണ് അവർ ഈ പറഞ്ഞ പൈസ കൊടുക്കാറില്ലേ? അറിയാമല്ലോ. അപ്പൊ ദ ഹോസ്പിറ്റൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യാൻ വന്ന സ്കീം ഏതാ? ചോദ്യം വരും. ദ ഹോസ്പിറ്റൽ ദ ഡെലിവറി പ്രൊമോട്ട് ചെയ്യാൻ വന്ന ഈ പറഞ്ഞ സ്കീം ഏതാ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം വരും. ഏതായിരിക്കും? ജനനി സുരക്ഷാ യോജന. അതുപോലെ നിങ്ങൾ സ്ഥിരം കിട്ടുന്ന ഒരു വാക്കുണ്ട് ഇൻ ദ JSSK. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ദ JSSK, ജനനി ദ ശിശു സുരക്ഷാ കാര്യക്രമം അല്ലേ? ജനനി ദ ശിശു സുരക്ഷാ കാര്യക്രമം രണ്ടും ചോദിക്കാറുണ്ട്. ദ JSSK വന്ന വർഷം ഏതാ? 2011 ഒരു ജൂൺ മാസം 1-ാം തീയതി ദ JSSK സ്കീം, ദ ജനനി ശിശു സുരക്ഷാ കാര്യക്രമം വന്നത് 2021 ഒരു ജൂൺ മാസം 1-ാം തീയതിയാണ്. സംഭവം എന്താ? ആഫ്റ്റർ ദ ബർത്തിന് ശേഷം ഫസ്റ്റ് 30 ദിവസം എന്താണ്? ദ ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസ് അല്ലേ? ദ ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസ് ഫ്രീ ആയിട്ട് എന്താണ് ഈ പറഞ്ഞ എന്താണ് ഇന്ന് ബർത്തിന് ശേഷം കൊടുക്കാറുണ്ട്. ദ JSSK സ്കീമിലാണ് അത് വരുന്നത്. സോ ചോദ്യം വരും ഇൻ ദ JSY എന്താ? ജനനി സുരക്ഷാ യോജന. ഇവിടുത്തെ ചോദ്യം ഏതാണ്? ദ JSY ജനനി സുരക്ഷാ യോജന ഫോക്കസ് ചെയ്ത് എപ്പോഴും ഹോസ്പിറ്റൽ ഡെലിവറി ആണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഡെലിവറി ആണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. എങ്കിൽ അവിടെ എത്ര രൂപ കൊടുക്കും? 1000 രൂപയല്ലേ? 1000 രൂപയല്ലേ? 1000 രൂപ കൊടുക്കും അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The primary health care center is managed by ആരാ? ദ ഹെൽത്ത് സെന്റർ മാനേജ് ചെയ്യുന്ന ആരാ? അറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും ഇത് PHS ആര് മാനേജ് ചെയ്യും? എല്ലാവരുടെയും ഇത് PHS ആരാ മാനേജ് ചെയ്യുന്നത്? ദ മെഡിക്കൽ ഓഫീസർ ആണോ? ആണോ? ആണല്ലേ? എല്ലാവരുടെയും ഈ പറഞ്ഞ മെഡിക്കൽ ഓഫീസർ എപ്പോഴും PHS മാനേജ് ചെയ്യുന്നത് മറക്കരുത്. ചോദ്യം വരും. പ്രീവിയസ് ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ പല തവണ ചോദിച്ചിട്ടുണ്ട്. ആരാണ് ദ പ്രൈമറി ഹെൽത്ത് സെന്റർ മാനേജ് ചെയ്യുന്ന ആരാ? ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. കൃത്യമായി എഴുതുക. മെഡിക്കൽ ഓഫീസർ ആണെന്ന കാര്യം മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദ മെന്റൽ ഹെൽത്ത് ആക്ട് പാസ് ചെയ്ത വർഷം. ഇത് എപ്പോഴും സൈക്യാട്രിയിൽ ഒരു ചോദ്യം വരുന്നതാണ്. ഇന്ത്യൻ ദ മെന്റൽ ഹെൽത്ത് ആക്ട് പാസ് ചെയ്ത വർഷം 1992 ആണോ, അതോ 1987 ആണോ, ഓർ 1947 ആണോ, ഓർ 1942 ആണോ? എപ്പോഴായിരിക്കും? ആർക്കും അറിയാം? സൈക്യാട്രിയിൽ നിന്ന് ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. സൈക്യാട്രിയിലെ വർഷങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇത് ഞാൻ പറയുന്ന മുമ്പേ ഞാൻ 2 ചോദ്യങ്ങളുടെ കാര്യം പറയാം. ഇന്ത്യൻ മെന്റൽ ആക്ട് വന്ന് എപ്പോഴാണ്? 1987 1987 എപ്പോഴും ഇന്ത്യൻ മെന്റൽ ആക്ട് വന്നത്. അവിടെ ഞാൻ കുറച്ച് വർഷങ്ങൾ പറഞ്ഞു തരും. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചോദിക്കും. 1911 പ്രത്യേകത എന്താ? 1911 പ്രത്യേകത എന്താ?
എന്തായിരിക്കും? ഇത് യൂജീൻ ബ്ലൂർ എന്ത് കണ്ടുപിടിച്ചു? സ്കിസോഫ്രീനിയ എന്ന പേര് കണ്ടുപിടിച്ചില്ലേ? പേര് പറഞ്ഞ വർഷം ഏതാ? 1911 സ്കിസോഫ്രീനിയ എന്ന പേര് ഇത് യൂജി ബ്ലൂർ കണ്ടുപിടിച്ചത്. ഇന്ത്യൻ ലൂണസി ആക്ട് വന്ന വർഷം ഏതാ? 1912 അല്ലേ? ഇന്ത്യൻ ലൂണസി ആക്ട് വന്ന വർഷം ഏതാ? 1912 മറക്കരുത്. ECT കണ്ടുപിടിച്ച വർഷം ഏതാ? 1938. 1938 ECT കണ്ടുപിടിച്ചു അല്ലേ? വോയിസ് കേൾക്കാമല്ലോ? വോയിസ് കേൾക്കാമല്ലോ? യെസ്, ഒരു സെക്കൻഡ്. സൈക്യാട്രിയിൽ പറയുന്ന വർഷങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം വരും. ഒരു സെക്കൻഡ്. യെസ്, കാണാലോ? എല്ലാവർക്കും കാണാലോ? വോയിസ് കേൾക്കാമല്ലോ? വീണ്ടും ചോദ്യമുണ്ട്. 1982 പ്രത്യേകത എന്താ? 1982 സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രത്യേകമുണ്ട്. ദ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വന്ന വർഷം ഏതാ? നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വന്നത് 1982. ഇനി ദ മെന്റൽ ഹെൽത്ത് ആക്ട് വന്ന എപ്പോഴാ? 87. മറക്കരുത്. വീണ്ടും വർഷങ്ങൾ പറഞ്ഞു തരാം. സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് വർഷങ്ങളാണ് ഞാൻ പറയുന്നത്. യൂജി ബ്ലൂർ ഈ പറഞ്ഞ സ്കിസോഫ്രീനിയ കണ്ടുപിടിച്ച വർഷം ഏതാ? 1911. ഇന്ത്യൻ ലൂണസി ആക്ട് വന്ന വർഷം ഏതാ? 1912. ഇനി സൈക്കോ സർജറി വന്ന എപ്പോഴും? സൈക്കോ സർജറി ആദ്യമായിട്ട് വന്ന വർഷം ഏതാ? 1936. 1936 സൈക്കോ സർജറീസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി 1938 ആയപ്പോൾ ECT കണ്ടുപിടിച്ചു. ആരൊക്കെ ECT കണ്ടുപിടിച്ചത്? സെറിലിറ്റി ആൻഡ് ബിനിയാണോ? 1938 ECT കണ്ടുപിടിച്ചു. 1943 ആയപ്പോൾ സൈക്യാട്രിക് നഴ്സിംഗ് കോഴ്സ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 1982 ആയപ്പോൾ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം കൊണ്ടുവന്നു. യെസ്. 1987 ആയപ്പോഴും മെന്റൽ ഹെൽത്ത് ആക്ടും വന്നല്ലേ? 1987 ആയപ്പോൾ മെന്റൽ ഹെൽത്ത് ആക്ടും വന്നു. ഒരു 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 തീയതി പഠിക്കുക. ദ വേൾഡ് സ്കിസോഫ്രീനിയ ഡേ എന്ന വേൾഡ് സ്കിസോഫ്രീനിയ ഡേ എന്ന മെയ് മാസം 24 തീയതി അല്ലേ? മെയ് മാസം 24 യെസ്. ഇനി എന്നാ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ എന്നാടേ? ഒക്ടോബർ 10 ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. ചോദ്യം വരും. യെസ്, കിട്ടിയല്ലോ? ഇത്ര ചോദ്യം കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്ലോട്ടിംഗ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ഫിനോമിനൻ റെപ്രസെന്റ് എന്തിനാ? ക്ലിനിക്കൽ കേസസിനെ ആണോ? അപ്പാരന്റ് കേസസിനെ ആണോ? ലേറ്റന്റ് കേസസിനെ ആണോ? അൺഡയഗ്നോസ്ഡ് കേസസിനെ ആണോ? ഫ്ലോട്ടിംഗ് ടിപ്പ് ഓഫ് ഐസ്ബർഗ് ഫിനോമിനൻ പലയിടത്തായിട്ട് കേൾക്കുന്ന വാക്കല്ലേ? ഐസ്ബർഗ് ഫിനോമിനൻ. ഐസ്ബർഗ് എന്താ ഐസ്ബർഗ് എന്ന് പറയാ? എന്താ ഐസ്ബർഗ് എന്ന് പറഞ്ഞ എന്താ? ഒരു പോപ്പുലേഷന്റെ ഈ പറഞ്ഞ എന്താ മോർബിഡിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണോ? ഐസ്ബർഗ് എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷനകത്തുള്ള മോർബിഡിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണോ? ആണല്ലേ? ഐസ്ബർഗ് എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷന്റെ മോർബിഡിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അവിടെ ഐസ്ബർഗിന്റെ ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് ടിപ്പിൽ വരുന്നത് ക്ലിനിക്കൽ കേസാണോ? അപ്പാരന്റ് കേസാണോ? ലേറ്റന്റ് കേസാണോ? അൺഡയഗ്നോസ്റ്റിക് കേസാണോ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്തായിരിക്കും? ചോദിക്കട്ടെ, എന്താ ഇത് ക്ലിനിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിനിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാം? ആർക്ക് പറയാം? ആർക്ക് ചോദ്യം വരും. ആർക്ക് പറയാം?
അത് താഴെ കാണുന്നതാണോ ഏറ്റവും മേളിൽ കാണുന്നതാണോ? ഒരു പിക്ചർ ചെയ്യാമല്ലോ. ഏറ്റവും ഫ്ലോട്ടിംഗ് ടിപ്പിൽ എന്ത് കാണും? ഏറ്റവും ഫ്ലോട്ടിംഗ് ടിപ്പിലാണ് ഇന്ന് ക്ലിനിക്കൽ കേസ് വരുന്നത് അല്ലെ. ഐസ്ബർഗ് ഫിനോമിനന്റെ ഇത് ഫ്ലോട്ടിംഗ് ടിപ്പിൽ എന്ത് വരും? ഇത് ക്ലിനിക്കൽ കേസ് വരും. ഇനി ഇത് സബ്മെർജ്ഡ് പോർഷൻ എന്താ? സബ്മെർജ്ഡ് പോർഷൻ ആണെങ്കിൽ ഇത് കാരിയർ അല്ലേ? ശരിയല്ലേ? കാരിയർ അല്ലേ? മറക്കരുത്, ചോദ്യം വരും. യെസ്. അപ്പൊ ഇത് അൺഡയഗ്നോസ്ഡ് കേസെല്ലാം വരുന്ന എവിടെയാ? the large part under the water, വാട്ടറിന്റെ അണ്ടറിൽ വരുന്ന പാർട്ടിൽ എന്തായിരിക്കും? ഇത് ലേറ്റന്റും it is apparent കേസസും കാരിയേഴ്സും അൺഡയഗ്നോസ്ഡ് എല്ലാം വാട്ടറിന്റെ അണ്ടറിലാണ് എപ്പോഴും വരുന്നത്. ചോദ്യം വന്നാൽ എഴുതുമല്ലോ എല്ലാവരും? യെസ്, എഴുതും. സോ ഇവിടത്തെ ഉത്തരം എന്താ? ദ ഫ്ലോട്ടിംഗ് ടിപ്പ് ഓഫ് ഐസ്ബർഗ് ഫിനോമിനൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇറ്റ് ഈസ് ദ ക്ലിനിക്കൽ കേസ് അല്ലെ. ദ ക്ലിനിക്കൽ കേസിന് എപ്പോഴും ഫ്ലോട്ടിംഗ് ടിപ്പ് ഓഫ് ഐസ്ബർഗ് ഫിനോമിനൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ചോദ്യം വരും, ചോദ്യം വന്നാൽ എഴുതണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ദ ഫീക്കോ ഓറൽ റൂട്ട് വഴി, ഫീക്കോ ഓറൽ റൂട്ട് വഴി ട്രാൻസ്മിറ്റ് ആകുന്ന ഹെപ്പറ്റൈറ്റിസ്, ഞാൻ ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഏതായിരിക്കും? ഹെപ്പറ്റൈറ്റിസ് എ ആണോ, ദ ബി ആണോ, സി ആണോ, ഓർ ദ ഡി ആണോ? ഫീക്കോ ഓറൽ റൂട്ട് വഴി ഞാൻ പറഞ്ഞു വന്നു. അത് കണ്ടാമിനേറ്റുള്ള ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ അല്ലേ. കണ്ടാമിനേറ്റുള്ള ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ. സെക്ഷൽ റൂട്ട് വഴി, இந்த ബ്ലഡ് ബോൺ വഴിയും இந்த മദർ ടു ചൈൽഡ് വഴി അത് പോവും. ഹെപ്പറ്റൈറ്റിസ് ദ ബി പോവും അല്ലേ, ദ ബി പോവും. ആൻഡ് സി ആണെങ്കിൽ ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയല്ലേ, അല്ലേ അല്ലേ അല്ലേ. ആൻഡ് ഇ ആണെങ്കിലോ ഫുഡ് ആൻഡ് വാട്ടർ വഴിയല്ലേ. ഇ ആണെങ്കിൽ ഫുഡ് ആൻഡ് വാട്ടർ വഴിയല്ലേ. ഇ ആണെങ്കിൽ ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ്. സോ ഫീക്കോ ഓറൽ റൂട്ട് വഴി പോകുന്ന ഏതാ? ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയാം അല്ലേ. ഫീക്കോ ഓറൽ റൂട്ട് വഴി പോകുന്ന എന്താ? ഹെപ്പറ്റൈറ്റിസ് എ ആണ്. മറക്കരുത്, ചോദ്യം വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഫീക്കോ ഓറൽ റൂട്ട് വഴി ട്രാൻസ്മിറ്റ് ആവുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പോളിയോമൈലൈറ്റ്സ്. പോളിയോമൈലൈറ്റ്സ് ട്രാൻസ്മിറ്റ് ആകുന്നത് ആ റൂട്ട് ഏതാ? இந்த വാട്ടർ വഴിയാണോ, ഓർ ദ എയർ വഴിയാണോ, ദ ബ്ലഡ് വഴിയാണോ, ഓർ ദ വെക്ടർ വഴിയാണോ? പോളിയോമൈലൈറ്റിസ് സ്പ്രെഡ് ആവുന്നത്, പോളിയോമൈലൈറ്റിസ് സ്പ്രെഡ് ആവുന്നത് വാട്ടർ വഴിയാണോ, എയർ വഴിയാണോ, ഓർ ഇൻ ദ ബ്ലഡ് വഴിയാണോ? ഏത് വഴിയാണ് പോളിയോമൈലൈറ്റിസ്? ഏത് വഴിയായിരിക്കും? ഓർ ദ വെക്ടർ വഴിയാണോ? ഏത് വഴി? എന്താ പോളിയോമൈലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? പോളിയോമൈലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ കുട്ടികളിൽ വരുന്ന ഇത് ഹൈലി ഇൻഫെക്ഷൻ ഡിസീസ് അല്ലേ, കുട്ടികളിൽ വരുന്ന. അതിന് പ്രധാനമായ കോസ് എന്താ? RNA വൈറസ് അല്ലേ. RNA വൈറസ് അല്ലേ. പോളിയോമൈലൈറ്റിസ് പ്രധാനമായി ഉണ്ടാകുന്ന വൈറസ് ഏതാ? RNA വൈറസ് ആണ്. പ്രധാനമായിട്ടും നമുക്ക് എത്ര ടൈപ്സ് ഓഫ് പോളിയോമൈലൈറ്റിസ് ഉണ്ട്? എഴുതിയോ? എത്രയുണ്ട്? 3 ആണോ? 3 അവിടെ? 3 അവിടെ? ആർക്ക് പറയാം? ഏതാ? അറിയാൻ പറയില്ല. യെസ് ഓർ നോ? ഇത് ബ്രെയിൻ ഡാമേജ് അനുസരിച്ചാണെങ്കിൽ പ്രധാനമായിട്ടും അവർ 2 വരും. இந்த പോളിയോ, ഇത് എൻസെഫലൈറ്റിസും ആൻഡ് ദ ബൾബാർ പോളിയോമൈലൈറ്റിസും. ഇത് ബ്രെയിനുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ 2 പോളിയോമൈലൈറ്റിസ് ഉണ്ട്. ഏതൊക്കെയാ? ദ എൻസെഫലൈറ്റിസും ദ ബൾബാർ പോളിയോമൈലൈറ്റിസും. ഫീവർ ഉണ്ടായിരിക്കും, നല്ല കൺവൾഷൻ വരുന്നു. ഫീവർ ഉണ്ടായിരിക്കും, നല്ല കൺവൾഷൻ വരുന്നു. ദ അപ്പർ മോട്ടോർ ന്യൂറോൺസിനെ എല്ലാം അഫക്ട് ചെയ്ത് ഏതായിരിക്കും? ദ പോളിയോ എൻസെഫലൈറ്റിസ് അല്ലേ. നല്ല ഹൈ ഫീവർ ഉണ്ട്, ദ കൺവൾഷൻസ് വരും. അത് പ്രധാനമായിട്ട് അപ്പർ മോട്ടോർ ന്യൂറോൺസിനെ അഫക്ട് ചെയ്യുന്ന ദ പോളിയോ ചോദിച്ചു കഴിയുക ദ പോളിയോ എൻസെഫലൈറ്റിസ് ആണ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഇത് ബൾബാർ പോളിയോമൈലൈറ്റിസ് എന്തായിരിക്കും? ദ ബൾബാർ ഫീവർ ഉണ്ട്, നല്ല വീക്ക്നെസ് ഉണ്ടാവും, സോളോയിങ്ങിനെ അഫക്ട് ചെയ്യും, കഫിനെ ഉണ്ടാവും കേട്ടോ. നല്ല ഫീവർ ആയിരിക്കും, സോളോയിങ്ങിനെ പ്രധാനമായിട്ട് വീക്ക്നെസ് ഉണ്ടാക്കുന്നത്, നല്ല കഫിങ് ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും ഫാരിങ്സിന്റെ പാരാലിസിലോട്ട് പോകുന്നതാണ് ബൾബാർ പോളിയോമൈലൈറ്റിസ്. മറക്കരുത്, പ്രധാനമായിട്ടും ഫാരിങ്സിന്റെ ഈ പറഞ്ഞ എന്താ പാരാലിസിലോട്ടാണ് ബൾബാർ പോളിയോമൈലൈറ്റിസ് പോകുന്നത്.
ഇത് പോളിയോ എൻസെഫലൈറ്റിസ് ആണെങ്കിൽ ഈ പറഞ്ഞ ഫീവർ ഉണ്ടായ ശേഷം സ്ഥിരമായിട്ട് പേഷ്യന്റിന് കൺവൾഷൻ ഉണ്ടാവും. പക്ഷെ ഇത് ബൾബാർ ആണെങ്കിൽ പാരാലിസ് ആണ്, സോളോയും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഫാരിങ്സിന് പാരാലിസ് ഉണ്ടാക്കുന്ന പോളിയോ ചോദിച്ചു കഴിഞ്ഞതായിരിക്കും ബൾബാർ ആണ്. ചോദിച്ച എഴുതണം. സോ ഇവിടെ ചോദ്യം, ദ പോളിയോ മൈലൈറ്റിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ വാട്ടർ ആണോ, എയർ ആണോ, ബ്ലഡ് ആണോ, വെക്ടർ ആണോ? സോ അറിയണം, ദ പോളിയോ വൈറസ് എന്ന് പറഞ്ഞാൽ RNA വൈറസ് ആണ്. സോ ദ പോളിയോ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNA വൈറസ് ആണ്. പ്രധാനമായിട്ടും കാണുന്ന എവിടെയാ? ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് അല്ലേ? ഇതെപ്പോഴും CNS-നെ അഫക്ട് ചെയ്യും അല്ലെ? CNS-നെ അഫക്ട് ചെയ്ത് എപ്പോഴും പോളിയോ മൈലൈറ്റിസ് ആണ്. ചോദ്യം വരും, ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പോളിയോ മൈലൈറ്റിസ്. അതാണ് ഇവിടുത്തെ ചോദ്യം. ഏതായിരിക്കും? വാട്ടർ ആണോ, എയർ ആണോ, ബ്ലഡ് ആണോ, വെക്ടർ ആണോ? ആർക്ക് പറയാം? വാട്ടർ ഉണ്ട് അവിടെ. വാട്ടർ ആണോ? വാട്ടർ ആണോ? യെസ്, വാട്ടർ ആണല്ലേ. വാട്ടർ എന്ന് പറയുമ്പോൾ ഇത് ഓറൽ വഴി സെക്രീഷൻ വഴി ട്രാൻസ്മിറ്റ് ആവാറുണ്ട്. ഇത് ഡ്രോപ്ലെറ്റ് വഴി ട്രാൻസ്മിറ്റ് ആവാറുണ്ട്. ചോദിക്കാറുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് ചോദിക്കും. 7 to 10 days ആണ്. പോളിയോ മൈലൈറ്റിസ് ഇൻക്യുബേഷൻ പീരീഡ് 7 to 10 days ആണ്. പ്രധാനമായിട്ട് ടൈപ്സ് പറഞ്ഞു. ഇനി പാരാലിസ് ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ? യെസ്, അവിടെ വീണ്ടും ചോദ്യമുണ്ട്. പോളിയോ മൈലൈറ്റിസുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, ദ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വന്ന വർഷം. ദ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വന്ന വർഷം ഏതാ? 1995 അല്ലേ? 1995 ദ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വന്ന വർഷം 1995. ഇവിടുത്തെ ചോദ്യം ഉത്തരം എന്താ? ട്രാൻസ്മിഷൻ ഏത് വഴിയാ? ഈ പറഞ്ഞ വാട്ടർ വഴിയാണ് അല്ലെ? ട്രാൻസ്മിഷൻ ഏത് വഴിയാ? വാട്ടർ വഴിയാണ് ട്രാൻസ്മിഷൻ വരുന്നത്. ഉത്തരം കിട്ടി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമോ? യെസ്, ക്വസ്റ്റ്യൻ വായിച്ചേ. സ്ത്രീക്കാണ് ക്വസ്റ്റ്യൻ വായിച്ചേ. The megaloblastic anemia is due to the deficiency of iron ആണോ, thiamine ആണോ, അസറ്റിക് ആസിഡ് ആണോ, വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ് ആണോ? ചോദ്യം ഇതാണ്. ഈ പറഞ്ഞ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് എന്തിന് ഡെഫിഷ്യൻസി കൊണ്ടാണ്? അയണിന്റെ ആണോ, തൈമിന്റെ ആണോ, അസറ്റിക് ആസിഡിന്റെ ആണോ, വൈറ്റമിൻ B12 ഫോളിക് ആസിഡിന്റെയും ആണോ? ചോദ്യം വരും. ഏതായിരിക്കും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ? ഏതാണ് ഇത്? അത് പറയുമ്പോൾ എല്ലാ പേരും പറയണം. നമ്മൾ എന്താ ന്യൂട്രീഷനകത്ത് പഠിക്കുമ്പോൾ എന്താ വൈറ്റമിൻസ് പഠിക്കാറില്ലേ? വൈറ്റമിൻസ് അവിടെ നിന്ന് ഒരു ചോദ്യമാണ് കേട്ടോ. ന്യൂട്രീഷനകത്താണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ. അപ്പോ ഇതിന്റെ ഉത്തരം പറയും മുമ്പായിട്ട് നമുക്ക് കുറച്ച് പേരറിയണം. നമുക്ക് ഇന്ന് വാട്ടർ സോൾ വൈറ്റമിൻസ് ഉണ്ടോ? ഏതൊക്കെയാ? സി ഉണ്ടോ? സിയുടെ മറ്റൊരു പേരെന്താ? കെമിക്കൽ നെയിം എന്താ? വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താ? അസ്കോർബിക് ആസിഡ്. എല്ലാം പറയും. ഞാനൊരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യവും പറയും. മെഗാലോബ്ലാസ്റ്റിക് ചോദ്യം വന്നെങ്കിലും ഞാൻ വൈറ്റമിനെ കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞുതരാം. അടുത്ത എക്സാം എഴുതാൻ പോകുന്നവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താ? അസ്കോർബിക് ആസിഡ് അല്ലേ? വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താ? അസ്കോർബിക് ആസിഡ് എന്ന് വിളിക്കാം. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി എന്താ? സ്കർവി എന്നൊരു ചോദ്യം കണ്ടിട്ടുണ്ടോ? വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി എന്താ? സ്കർവി ഉണ്ട്, ഗം ബ്ലീഡിങ്, ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവാറില്ലേ? യെസ്. ഇനി വൈറ്റമിൻ B1 മറ്റൊരു പേരെന്താ? കെമിക്കൽ നെയിം എന്താ? സി ആണെങ്കിൽ അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞു. B1 ആണെങ്കിൽ തയമിൻ അല്ലേ? തയമിൻ. യെസ്, തൈം കേട്ടിട്ടുണ്ടോ? തൈമിൻ കേട്ടിട്ടുണ്ടോ? യെസ്, കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ തൈമിന്റെ ഡെഫിഷ്യൻസി എന്തൊക്കെ വശം ഉണ്ടാവും? B1 ഡെഫിഷ്യൻസി കാരണം സ്ഥിരം കേൾക്കുന്ന ചോദ്യമുണ്ട്. ബെറിബറി കേട്ടിട്ടുണ്ടോ? ബെറിബറി. യെസ്, ആ ബെറിബറി ഉണ്ടാക്കാൻ കാരണം ഈ പറഞ്ഞ B1 ഡെഫിഷ്യൻസി ആണെന്ന് കാര്യം ഓർമ്മിക്കുക. അടുത്ത വൈറ്റമിൻ B2 മറ്റൊരു പേരെന്താ? റിബോഫ്ലാവിൻ അല്ലേ? വൈറ്റമിൻ B2 മറ്റൊരു പേരെന്താ? റിബോഫ്ലാവിൻ എന്ന് വിളിക്കാം. അതിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് സ്റ്റോമറ്റൈറ്റിസ് ഒക്കെ ഇല്ലേ? അൾസറേഷൻ ഓറൽ ക്യാവിറ്റിയിലൊക്കെ ഉണ്ടാവാറില്ലേ?
അതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് இந்த B3യുടെ മറ്റൊരു പേരെന്താ? എന്താ നിയാസിൻ അല്ലേ? വൈറ്റമിൻ B3യുടെ മറ്റൊരു പേരെന്താ? നിയാസിൻ. ആ നിയാസിന്റെ വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി ഏതാ? പെലഗ്ര. പ്രീവിയസ് ചോദ്യമാണ്. പെലഗ്ര അല്ലെങ്കിൽ D ഡിസീസ് അല്ലേ? പെലഗ്ര അല്ലെങ്കിൽ 4D ഏതൊക്കെയാ? അത് ചോദ്യമുണ്ട്. 4D ഏതൊക്കെയാ പെലഗ്രയിൽ വരുന്ന? ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡിമെൻഷ്യ ആൻഡ് ഡെത്ത് അല്ലേ? 4D ഏതൊക്കെയാ പെലഗ്രയ്ക്കകത്ത് വരുന്ന? 4D ഏതൊക്കെയാ? ഡെർമറ്റൈറ്റിസ് ഉണ്ട്, ഡയേറിയ ഉണ്ട്, ഡിമെൻഷ്യ ഉണ്ട് ആൻഡ് ഡെത്ത് ഉണ്ടല്ലേ? അപ്പോൾ വൈറ്റമിൻ B3യുടെ പേരെന്താ? നിയാസിനും അതിനകത്ത് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡെഫിഷ്യൻസിയും പറഞ്ഞു. അടുത്ത വൈറ്റമിന്റെ പേര് പറയാം. വൈറ്റമിൻ B5. എന്താ B5? എന്താ മറ്റൊരു പേരെന്താ? പാന്തോതെനിക് ആസിഡ് ആണോ? വൈറ്റമിൻ B5 എന്ന് പറയുമ്പോൾ പാന്തോതെനിക് ആസിഡ് അല്ലേ? അല്ലേ? അവിടെയാണ് ചോദ്യം. ആ B5 ആയ പാന്തോതെനിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന അസുഖത ബേണിംഗ് ഫുഡ് സിൻഡ്രോം. കേട്ടിട്ടുണ്ടോ? ബേണിംഗ് ഫുഡ് സിൻഡ്രോം കേട്ടിട്ടുണ്ട്. ഇനി അടുത്ത വൈറ്റമിൻ B6ന് മറ്റൊരു പേരെന്താ? B6ന്റെ കെമിക്കൽ നെയിം എന്താ? പിരിഡോക്സിൻ ആണോ? പിരിഡോക്സിൻ. ഈ പിരിഡോക്സിന്റെ ഡെഫിഷ്യൻസി കാരണം എപ്പോഴും പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാവാറുണ്ട് കേട്ടോ. മറക്കരുത്. B6 ആയ പിരിഡോക്സിന്റെ ഡെഫിഷ്യൻസി കാരണം എപ്പോഴും പെരിഫറൽ ന്യൂറോപ്പതി, വീക്ക്നെസ്സും നംനെസ്സും പെയിനും എവിടെ ഉണ്ടാവും? നെർവ് ഡാമേജ് കാരണം ഹാൻഡിലും ഫീറ്റിലെല്ലാം എന്താണ് ഭയങ്കര നംനെസ്സും വീക്ക്നെസ്സും പെയിനും ഉണ്ടാകാറുണ്ട്. ഇനി വൈറ്റമിൻ B7ന്റെ പേരെന്താ? ബയോട്ടിൻ ആണോ? ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ H എന്ന് അറിയാറുണ്ടല്ലേ? പഴയ പേരാ. ഓൾഡ് നെയിം എപ്പോഴും ഓർമ്മിക്കേണ്ട. H എന്ന് ഓർമ്മിക്കേണ്ട. പക്ഷെ ബയോട്ടിൻ ഓർമ്മിക്കുക കേട്ടോ. എന്ത് അസുഖം ഉണ്ടാവും? B7 കാരണം എന്താണ്? ഈ പറഞ്ഞ ബ്ലഡിനകത്ത് കൊളസ്ട്രോൾ കൂടാൻ ചാൻസ് ഉണ്ട്. CAD, കൊറോണറി ആർട്ടറി ഡിസീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. B12ന്റെ മറ്റൊരു പേര് കെമിക്കൽ നെയിം എന്താ? സയാനോ കൊബാലമിൻ അല്ലേ? സയാനോ കൊബാലമിൻ അവസാനമായിട്ട് കണ്ടുപിടിച്ച വൈറ്റമിൻ ആണ്. 1949 അവസാനമായിട്ട് കണ്ടുപിടിച്ച വൈറ്റമിൻ സയാനോ കൊബാലമിൻ ആണ്. പ്രധാനമായിട്ട് ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ RBCയുടെ മെച്ചുറേഷന് വേണ്ടി സയാനോ കൊബാലമിൻ സഹായിക്കാറുണ്ട്. ആൾസോ മൈലിൻ ഷീറ്റിന്റെ ഈ പറഞ്ഞ എന്താണ് മെച്ചുറേഷന് വേണ്ടി സഹായിക്കാറുണ്ട്. മറക്കാതിരുന്നാൽ മതി. ഇവിടെയാണ് ചോദ്യം വരുന്നത്. പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? B12 അല്ലേ? പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാ? B12 അല്ലേ? B12 അല്ലേ? സയാനോ കൊബാലമിനാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്നത്. കണ്ടോ? നമ്മുടെ ചോദ്യത്തിന്റെ അടുത്തോട്ട് എത്തുന്നുണ്ട്. മെഗാലോബ്ലാസ്റ്റിക്കിന്റെ അടുത്തോട്ട് എത്തുന്നുണ്ട്. സോ വൈറ്റമിൻ B9 കെമിക്കൽ നെയിം എന്താ? ഫോളിക് ആസിഡ് അല്ലെ? ഫോളിക് ആസിഡ്. കുട്ടികളിൽ എപ്പോഴും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിന് കാരണം ഈ ഫോളിക് ആസിഡിന്റെ കുറവല്ലേ? കുട്ടികളിൽ എപ്പോഴും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഉണ്ടാകാൻ കാരണം ഈ പറഞ്ഞ ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസിയാണ്. ആ ഫോളിക് ആസിഡ് കുറയുമ്പോഴാണ് എപ്പോൾ ഫോളിക് ആസിഡ് ഫംഗ്ഷൻ എന്താ? കുട്ടികൾ എപ്പോഴും മെന്റലും ഫിസിക്കൽ ഡെവലപ്മെന്റിനും സഹായിക്കുന്ന ഫോളിക് ആസിഡ് കേട്ടോ. അവിടെയാണ് ചോദ്യം. ഫോളിക് ആസിഡിന്റെ B9ന്റെ ഡെഫിഷ്യൻസിയാണ് എപ്പോഴും മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. B9 ഫോളിക് ആസിഡിന്റെ ഈ പറഞ്ഞ ഡെഫിഷ്യൻസി കാരണമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്. മാത്രമല്ല വൈറ്റമിൻ B12ഉം ഫോളിക് ആസിഡിന്റെയും ഡെഫിഷ്യൻസി വന്നാലും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകാറുണ്ട്. ചോദ്യം വന്നാൽ എഴുതുമല്ലോ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ is due to vitamin, ഫോളിക് ആസിഡും ആൻഡ് B12 അല്ലേ? സയാനോ കൊബാലമിനും ഈ പറഞ്ഞ എന്താണ് B9ന്റെയും അതായത് ഫോളിക് ആസിഡിന്റെയും ഡെഫിഷ്യൻസി കാരണം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകാം. B12 മാത്രമാണ് ഇതായിരിക്കും പെർനീഷ്യസ് അനീമിയ അല്ലേ? വൈറ്റമിൻ B12 മാത്രമാണെങ്കിൽ പെർനീഷ്യസ് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക്കിനകത്ത് ഫോളിക് ആസിഡ് അതായത് B9ന്റെയും B12ന്റെയും രണ്ടിന്റെയും ഡെഫിഷ്യൻസി വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ച് എഴുതണം. B9 മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താ? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B12 മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ പെർനീഷ്യസ് അനീമിയ. പഠിക്കുക, ചോദ്യം വരും. ഓക്കെ, സോ ഇത്രയുമാണ് അടുത്ത പാർട്ട്.
സോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടെങ്കിൽ ഇത് പഠിച്ച ശേഷം അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉടനെ തന്നെ വരും. സോ ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോഴേ പഠിച്ചു പോവുക. സമയമുണ്ട്, നന്നായിട്ട് പഠിക്കുക. സോ താങ്ക് യു സോ മച്ച്.